നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. വയനാട്ടിൽ കൽപ്പറ്റയിലെ പുത്തൂർവയൽ എയർ ക്യാമ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അനൂപ്, വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് തന്നെയാണോ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്? അതെ, ഈ ബോബി ചെമ്മണ്ണൂരിന് മേപ്പാടി കള്ളാടിയിൽ, അതായത് നമ്മുടെ ഈ പുത്തുമല അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ദുരന്തമെല്ലാം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു 1000 ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 1000 ഏക്കർ എന്ന് പറയുന്ന ഒരു പേരാണ്, അത് അത്ര വിസ്തൃതിയില്ല. അവിടെ ഈ സമീപകാലത്ത് AVT എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവിലായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള, അതായത് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള വഴിയിലാണ് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിലുള്ളത്, ജില്ലാ പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഒക്കെ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ ഇപ്പോൾ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. സ്വന്തം വാഹനത്തിലാണ് ഇവിടെ ഉള്ളത്. ഈ കൽപ്പറ്റയിലേക്ക് പോകുന്ന വഴിക്കിടെയാണ് അദ്ദേഹത്തെ എറണാകുളത്തുള്ള പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ എയർ ക്യാമ്പിന്റെ ഉള്ളിലാണുള്ളത്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഗേറ്റിനുള്ളിൽ സ്വന്തം വാഹനത്തിലിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. അല്പസമയം മുൻപ് ഇപ്പോൾ മറ്റൊരു വാഹനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു കെട്ടിടത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കസ്റ്റഡിയുമായി അത് ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇവിടെ നടക്കുക. പിന്നീട് എറണാകുളത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികളിലേക്കോ പോലീസ് നീങ്ങും. ഏതായാലും ഇപ്പോൾ എയർ ക്യാമ്പിൽ തന്നെയുണ്ട്. ഇത് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പാണ്. ഇവിടേക്കാണ് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലോ മറ്റോ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും അതിന്റെ പ്രാഥമിക നടപടികളായിരിക്കും ഏതായാലും ഇവിടെ നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് എറണാകുളത്തിലേക്ക് കൊണ്ടുപോകും. അല്പസമയത്തിനകം തന്നെ ഈ പുറത്തേക്ക് എത്തിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അനൂപ് പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രിക്ട് എയർ ക്യാമ്പ് പുത്തൂർവയലിലെ, കൽപ്പറ്റയിലെ പുത്തൂർവയലിലെ, ഇവിടെ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയെന്നാണ് അനൂപ് പറഞ്ഞത്, അല്ലേ? അതെ അതെ അതെ, ഈ ക്യാമ്പിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ്, ക്യാമ്പിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് മാറ്റിയത്. ഏതായാലും ഇപ്പോൾ ഇത് അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ തേടുക, അതുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഇപ്പോൾ പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും എയർ ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. അല്പസമയത്തിനകം എറണാകുളം പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ അതേ വാഹനത്തിൽ എയർ ക്യാമ്പിലേക്ക് പുറത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു വിവരമാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ കൽപ്പറ്റ എയർ ക്യാമ്പിൽ നിന്ന്, പുത്തൂർവയലിലെ എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് 24 പരാതിയിൽ മേൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഈ വിധത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വിധത്തിൽ കേസുമായി ബന്ധപ്പെട്ട് 1000 ഏക്കർ എന്ന് പറയുന്ന റിസോർട്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥയിലുള്ള മേപ്പാടിയിലുള്ളത്, അവിടെ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ട അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ തന്നെയാണോ കസ്റ്റഡിയിലെടുത്ത് അവിടെ എത്തി? കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്, ഏത് സമയത്താണെന്നുള്ളത്. എന്നാൽ അല്പസമയം മുൻപാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പോലീസുകാരുടെയും മറ്റു പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ എറണാകുളം രജിസ്ട്രേഷനുള്ള പോലീസ് വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അനൂപ്, മനസ്സിലാകുന്നുണ്ട്. അനൂപ്, മറ്റു വിവരങ്ങൾ കൂടി തേടാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ കൽപ്പറ്റയിലെ പുത്തൂർവയൽ എയർ ക്യാമ്പിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് അവരുടെ വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളാണ് അനൂപ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം എയർ ക്യാമ്പിൽ വെച്ച് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആ വിവരമാണ് അനൂപ് പങ്കുവച്ചത്.